ചാമ്പ്യൻസ് ലീഗ് സെമിഫൈനൽ ആദ്യപാദത്തിൽ ഇന്റർ മിലാനെതിരെ ബാഴ്സലോണ സമനിലയിൽ പിരിഞ്ഞപ്പോൾ 17കാരനായ ലാമിൻ യമാൽ തന്റെ മാസ്മരിക പ്രകടനത്തിലൂടെ ഫുട്ബോൾ ലോകത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായി മാറി. ബാഴ്സലോണയ്ക്കായുള്ള തന്റെ 100ാം മത്സരത്തിൽ ഒരു അതിശയകരമായ സോളോ ഗോളിലൂടെ യമാൽ ടീമിന്റെ തിരിച്ചുവരവിന് തുടക്കമിടുകയും ചെയ്തു. ബാഴ്സലോണയ്ക്കായി ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ 100 മത്സരങ്ങൾ കളിക്കുന്ന താരമെന്ന റെക്കോർഡും യമാലിന്റെ പേരിലാണ്. മത്സരത്തിന്റെ 30ാം സെക്കൻഡിൽ മാർക്കസ് തുറാമിലൂടെ ഇന്റർ ലീഡ് നേടി. 21ാം മിനിറ്റിൽ ഡെൻസൽ ഡംഫ്രീസിന്റെ ഗോളോടെ 2-0 മുന്നിലെത്തി. എന്നാൽ 24ാം മിനിറ്റിൽ യമാൽ തന്റെ മാന്ത്രികത കാട്ടി. ഒരു ഡിഫൻഡറെ കബളിപ്പിച്ച് മറ്റൊരാളെ വേഗത്തിൽ മറികടന്ന ശേഷം ഇടംകാലിലേക്ക് പന്ത് മാറ്റി വളഞ്ഞ ഷോട്ടിലൂടെ ഇന്റർ ഗോൾ കീപ്പർ യാൻ സോമറിനെ മറികടന്നു. ഈ ഗോൾ ബാഴ്സലോണയെ മത്സരത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു. ഈ ഗോളോടെ ചാമ്പ്യൻസ് ലീഗ് സെമിഫൈനലിൽ ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന റെക്കോർഡും യമാൽ സ്വന്തമാക്കി. പിന്നീട് ഫെറാൻ ടോറസിന്റെ ഗോളോട് ആദ്യ പകുതി 2-2 അവസാനിച്ചു. രണ്ടാം പകുതിയിൽ ഡംഫ്രീസ് വീണ്ടും ഗോൾ നേടി ഇന്ററിനെ മുന്നിലെത്തിച്ചെങ്കിലും റഫീഞ്ഞയുടെ അത്യുഗ്രൻ ഷോട്ട് സോമറിന്റെ ശരീരത്തിൽ തട്ടി ഓൺ ഗോളായതോടെ ബാഴ്സലോണ വീണ്ടും സമനില പിടിച്ചു. ഇന്ററിന് തലവേദന സൃഷ്ടിച്ച യമാൽ മത്സരത്തിൽ തന്റെ ആധിപത്യം തെളിയിച്ചു. 102 ടച്ചുകൾ, 10 റോസുകൾ, 8 ഡ്യുവൽസിൽ വിജയം, 6 സക്സസ്ഫുൾ ടേക്ക്-ഓൺസ്, ആകെ തൊടുത്ത 6 ഷോട്ടുകളിൽ 2 ഓൺ ടാർഗറ്റ്, 2 ഫൗളുകൾ വിജയിച്ചു, 2 ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു, 2 വുഡ് വർക്ക് ഹിറ്റുകൾ എന്നിവ ഒരു ഗോളിന് പുറമെയുള്ള മത്സരത്തിലെ യമാലിന്റെ പ്രകടനത്തിനെ കാണിക്കുന്നു. അടുത്ത ആഴ്ച സാൻ സിറോയിൽ നടക്കുന്ന 2ാം പാദ മത്സരത്തിൽ ബാഴ്സലോണ വിജയം ലക്ഷ്യമിടുമ്പോൾ യമാലിന്റെ പ്രകടനം ടീമിന് ആത്മവിശ്വാസം പകരുമെന്ന് തീർച്ച. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.